ഐക്യം സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, പ്രതിഷേധം 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 പാർലമെന്റിൽ പാസാക്കിയ നിയമമായി കൊണ്ടുവരുന്ന യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ പ്രബല ന്യൂനപക്ഷമായ മുസ്ലിം സമുദായത്തിന്റെ അവരുടെ എല്ലാം വലിയ ഏറ്റവും ശ്രേഷ്ഠമായി കരുതപ്പെടുന്ന വഖഫ് നിയമത്തെ തന്നെ ഇന്ത്യ രാജ്യത്തെ BJP ഗവൺമെന്റ് ഭേദഗതി വരുത്തിക്കൊണ്ട് ഈ രാജ്യത്ത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് നൽകുന്ന എല്ലാവിധമായ അവകാശങ്ങളെയും ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് ഇന്ത്യൻ ഭരിക്കുന്ന BJP ഗവൺമെന്റ് മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, കാലങ്ങളായി രാജ്യത്ത് ഒരു നിയമമുണ്ട്. ആ നിയമം രാജ്യത്തെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ രാജ്യം ഭരിച്ചിരുന്ന ഭരണാധികാരികൾ രാജ്യത്തിലെ മുസ്ലിങ്ങൾക്ക് നൽകിയ ഒരു നിയമമാണ് വഖഫ് നിയമം. ആ നിയമത്തെ അട്ടിമറിച്ചുകൊണ്ട് അതിന് ഭേദഗതി വരുത്തിക്കൊണ്ട് ആ നിയമത്തെ ഇല്ലായ്മപ്പെടുത്തിക്കൊണ്ട് ഈ രാജ്യത്തിലെ മുസ്ലിങ്ങളെ പാർശ്വവൽകൃത സമൂഹമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു നയനിലപാടുമായിട്ടാണ് രാജ്യത്തിലെ BJP ഗവൺമെന്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തിലെ പ്രതിപക്ഷ അംഗങ്ങൾ, രാജ്യത്തിലെ ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ അംഗങ്ങൾ ഒന്നടങ്കം അതിനെ എതിർത്തിട്ടും രാജ്യത്ത് ആ നിയമം രാജ്യം ഭരിക്കുന്ന BJP ഗവൺമെന്റ് ആ നിയമം നടപ്പിലാക്കിയിരിക്കുക. ഈ രാഷ്ട്രീയ ചരിത്രത്തിൽ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയും ഈ പാർട്ടിയുടെ അഭിവന്ദ്യനായ നേതാവ് അബ്ദുൽ നാസർ മേദരിയും 30 ആണ്ടുകളായി രാജ്യത്ത് വിളിച്ചു പറയുന്ന പല സത്യങ്ങളും ഇന്ന് വർത്തമാനകാല രാജ്യത്ത് സംജാതമായി കൊണ്ടിരിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ രാജ്യം പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. രാജ്യം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഈ രാജ്യത്തിലെ ന്യൂനപക്ഷ സമുദായമായ മുസ്ലിം സമുദായത്തിന്റെ പ്രതീക്ഷ, ഇവിടുത്തെ മതനിരപേക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ മേലാണ് ഇവിടുത്തെ സമൂഹത്തിന്റെ പ്രതീക്ഷ. ആ പ്രതീക്ഷയാണ് ഇന്ത്യയുടെ പാർലമെന്റിൽ ഇന്നലെ കണ്ടത്. പ്രതിപക്ഷ അംഗങ്ങൾ ഒറ്റക്കെട്ടായി ബില്ലിനെ എതിർക്കുന്നു. രാജ്യസഭയിലേക്ക് വരുമ്പോൾ രാജ്യസഭയിലും പ്രതിപക്ഷ കക്ഷികൾ ഒറ്റക്കെട്ടായി ബില്ലിനെ എതിർക്കുകയാണ്. ഈ സമയത്ത് എനിക്ക് ജനാധിപത്യ